ഹായ് ഫ്രണ്ട്സ്, സലീം വള്ളിവട്ടം എന്ന യൂട്യൂബ് ചാനലിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് എണ്ണയില്ലാതെ എല്ലാ ഐറ്റംസും ഫ്രൈ ചെയ്ത് എടുക്കാൻ സഹായിക്കുന്ന ഒരു പ്രൊഡക്റ്റ് പരിചയപ്പെടുത്താനാണ്. ഞാനിത് റിവ്യൂ ആയിട്ടല്ല നിങ്ങളുടെ മുന്നിൽ വന്നത്, വാങ്ങി ഉപയോഗിച്ചിട്ട് എനിക്ക് നല്ലതാണെന്ന് തോന്നി. ഇത് അഗാരോ റീജൻസി എയർ ഫ്രയർ ആണ്. ഇത് ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് വാങ്ങിയത്. ഇതിൻ്റെ വില വരുന്നത് 8,909 രൂപയാണ്. ഇത് നമുക്ക് അൺബോക്സ് ചെയ്ത് നോക്കാം. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി കാണാൻ ശ്രമിക്കുക. എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക്, ഷെയർ, കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഇതിൻ്റെ പുറകുവശത്താണ് പവർ പ്ലഗ് ഉള്ളത്. ഒരു എയർ ബെൻഡും നമുക്കതിൽ കാണാൻ സാധിക്കും. ഇതിൻ്റെ ഫ്രണ്ട് ഭാഗത്തായിട്ടാണ് നമുക്ക് ടച്ച് സ്ക്രീൻ വരുന്നത്. 9 പ്രീസെറ്റ് കുക്കിംഗ് എളുപ്പമാക്കാൻ ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഡിജിറ്റൽ LED ടച്ച് സ്ക്രീനാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. 1 മുതൽ 90 മിനിറ്റ് വരെ ടൈം സെറ്റ് നമുക്ക് ചെയ്യാൻ കഴിയും. 80 ഡിഗ്രി മുതൽ 200 ഡിഗ്രി വരെ ചൂട് നമുക്ക് ഇതിൽ സെറ്റ് ചെയ്യാൻ കഴിയും. ഡോറ് ഓപ്പൺ ആക്കിയാൽ ഓട്ടോമാറ്റിക്കായി ലൈറ്റ് ഉള്ളിൽ കത്തിവയ്ക്കും. അതല്ലാതെ നമുക്ക് ഡോറ് ലോക്ക് ചെയ്തിട്ട് ഉള്ളിൽ നമുക്ക് ലൈറ്റ് കാണാനുള്ള ഒരു ഓപ്ഷനും കൂടി കമ്പനി നമുക്ക് ഇതിന് തന്നിട്ടുണ്ട്. ഇതാണ് ഡ്രിപ്പ് ട്രേ. നമ്മൾ എന്ത് ഫുഡും എയർ ഫ്രയറിൽ ഉണ്ടാക്കുമ്പോൾ അതിൽ നിന്നും ഓയിലും വേസ്റ്റും കളക്ട് ചെയ്യാനുള്ളതാണ്. കുക്ക് ചെയ്യുന്നതിന് മുമ്പ് എപ്പോഴും എയർ ഫ്രയറിൻ്റെ ഉള്ളിൻ്റെ അടിയിൽ ഇത് വെക്കാൻ ശ്രമിക്കുക. ഇത് 2 മേഷ് റാക്സ് ആണ്. ഇത് കായ വറുക്കാനും അതേപോലെ ചെറിയ ചെറിയ വറവുകളൊക്കെ വറുത്തെടുക്കാനുള്ള 2 മേഷ് റാക്സ് ആണ് നമുക്ക് തന്നിരിക്കുന്നത്. ഇതാണ് ഫ്രൈയിങ് ബാസ്ക്കറ്റ്. ഇതിൻ്റെ കൂടെ നമുക്കൊരു ഹാൻഡിലും തരുന്നുണ്ട്. ഇത് നമ്മൾ ഇതിൽ സമൂസ, കട്ട്ലൈറ്റ് തുടങ്ങിയ പിന്നെ പീസ് ചിക്കനൊക്കെ വറുത്തെടുക്കാൻ പറ്റണത്, മീനൊക്കെ ഇതിനകത്ത് വെച്ച് പൊരിക്കാനൊക്കെ പറ്റി ഇത് നമ്മൾ ഉള്ളിൽ വെക്കാനായിട്ട് നമുക്കൊരു ഹാൻഡിൽ തരുന്നുണ്ട്. ആ ഹാൻഡിൽ നമുക്ക് ഇതേപോലെ പിടിപ്പിച്ച് അകത്ത് വെച്ച് ലോക്ക് ചെയ്യണമെങ്കിൽ ലോക്ക് ചെയ്യുക, അല്ലാതെ നമുക്ക് ലോക്ക് ചെയ്യാതെ നമുക്ക് അകത്ത് വെക്കാം. അത് നമുക്ക് ഇതേപോലെ തന്നെ റിമൂവ് ചെയ്ത് അതിനുള്ളിൽ വെച്ച്, നല്ല ചൂടായിരിക്കും അതിൻ്റെ ഉള്ളിൽ, അപ്പോൾ അത് ഹാൻഡിൽ വെച്ച് തന്നെ നമുക്കത് എടുക്കാൻ കഴിയുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ് നമുക്ക് ഈ ഹാൻഡിൽ തന്നിരിക്കുന്നത്. ഞാൻ വീട്ടിലുണ്ടാക്കിയതാണ് ഒരു ചിക്കൻ കട്ട്ലൈറ്റ്. ഞാൻ നിങ്ങൾക്ക് വേണ്ടി അത് കാണിച്ചു തരാം.
അത് ശരിക്കും 190 ഡിഗ്രിയിൽ ചൂടാക്കി അത് നമുക്കൊരു 20 മിനിറ്റ് ഇതിനുള്ളിൽ വെക്കണം. എന്നാലേ നമുക്കത് കറക്റ്റ് ലെവലിൽ വെന്ത് പാകമായിട്ട് വരുള്ളൂ. അങ്ങനെ നമ്മൾ 20 മിനിറ്റ് കഴിഞ്ഞ് നമ്മളത് പുറത്തേക്ക് എടുക്കുകയാണ്. സത്യം പറയാല ഇത് നല്ല ടേസ്റ്റി ഫുഡായിരുന്നു. എണ്ണയില്ലാതെ നമുക്ക് കഴിക്കുന്നതിൻ്റെ ഒരു വെറൈറ്റി ഒരു ടേസ്റ്റ് നമുക്കതിന് അനുഭവപ്പെടും. ഒരു വശം കൂർത്തതും മറുവശം വളഞ്ഞതുമായ കുറച്ച് കമ്പികൾ നമുക്ക് ഇവിടെ കാണാൻ കഴിയും. അതിൻ്റെ കൂടെ നമുക്കൊരു മെറ്റൽ റാഡും തന്നിട്ടുണ്ട്. ഈ മെറ്റൽ റാഡ് നമുക്ക് ചിക്കൻ റൊട്ടേറ്റിങ്ങിനും പിന്നെ ഈ കാണുന്ന 2 പ്ലേറ്റിൻ്റെ ഉള്ളിൽ കൂടി കയറ്റിയിട്ട് ഇതിൻ്റെ സൈഡിൽ കാണുന്ന ഈ ഹോളിൽ കൂടി ഞാനിപ്പോൾ ഇത് വീഡിയോ മുഴുവൻ കാണിച്ചു തരാം. ഇതിലൂടെ നമുക്ക് ചിക്കൻ ടിക്ക ഒക്കെ ഉണ്ടാക്കാൻ സാധിക്കുന്നത്. ഇതേപോലെ വെച്ച് നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് ആ റിമൂവൽ ടൂൾ അതിന് യൂസ് ചെയ്യണം. ചൂട് സമയത്ത് അത് വെച്ച് അകത്തേക്കോട്ട് വെച്ച് ഉപയോഗിക്കാവുന്നതാണ്. പിന്നെ നമ്മൾക്ക് ഇതേപോലെ 2 സൈഡ് കൂർത്തതും ഒരു സൈഡിൽ ഞെട്ട് പൊളിട്ടിട്ട് പിടിപ്പിക്കാവുന്ന ആ റാഡിന്മേൽ ഇതേപോലെ കയറ്റി അത് സ്ക്രൂ ചെയ്ത് ടൈറ്റ് ചെയ്ത് നിർത്തുക. പ്രത്യേകം ശ്രദ്ധിക്കുക, അതിൻ്റെ ഉള്ളിൽ നടുക്കൊരു ഹോള് കാണാം. ആ ഹോളിലേക്ക് ആ സ്ക്രൂ കിടന്ന് പോകുന്നു. ഇപ്പോൾ ഫുള്ളായിട്ട് പോകണ്ട, അത് ജസ്റ്റ് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റാത്ത രീതിയിൽ അത് കറക്റ്റ് ചെയ്യണം. പിന്നീട് നമ്മൾ ഒരു ചിക്കൻ എടുത്ത് അതിൻ്റെ ഉള്ളിലേക്ക് ആദ്യം കയറ്റണം. കയറ്റി ആ മൊനയുള്ള ഭാഗത്തേക്ക് ചിക്കനെ കുത്തി നിർത്തിയതിന് ശേഷം അടുത്തത് അതിൻ്റെ മുകളിലേക്ക് കൂടി എടുത്തിട്ട് ചിക്കനെ ഇതുപോലെ കൂടി നമ്മൾ ചിക്കനെ ലോഡാക്കി നിർത്തി ആ സ്ക്രൂ ടൈറ്റ് ചെയ്ത് അപ്പോൾ ഞാനിപ്പോൾ കാണിച്ചു തരാം. ഇതേപോലെ ചിക്കനെ നിർത്തുക. അതിൻ്റെ കാലും കൈയും പ്രത്യേകം ശ്രദ്ധിക്കുക. അത് ചൂടായി വരുമ്പോൾ ആ കാലും കൈയൊക്കെ ഒന്ന് വികസിച്ച് വരും. അപ്പോൾ നമ്മളെ വീട്ടിലെ തയ്പ്പിന് ഉപയോഗിക്കുന്ന നൂല് എടുത്തിട്ട് 2 സൈഡിൽ കാലൊന്ന് കെട്ടിക്കൊടുക്കുക, കൈയും അതേപോലെ ഒന്ന് കെട്ടിക്കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഇതേപോലെ ആ ലോക്കിലേക്ക് കയറ്റി ഇപ്പുറത്തെ ലോക്കിലേക്ക് ഇട്ടിട്ട് നമ്മളുടെ റിമൂവബിൾ ടൂള് തിരിച്ച് അയച്ചെടുത്ത് നമ്മൾ ഡോറ് ക്ലോസ് ചെയ്യുക. ക്ലോസ് ചെയ്യുമ്പോൾ നമുക്ക് 9 പ്രീസെറ്റ് കുക്കിംഗ് എളുപ്പമാക്കാനായിട്ട് നമ്മളുടെ LED നമുക്ക് ഇതിനൊരു ഓപ്ഷൻ തന്നിട്ടുണ്ട് കമ്പനി. അതിൽ നമ്മൾ നോക്കുമ്പോൾ നമുക്കതിൽ ചിക്കൻ്റെ ഇത് ബ്രോസ്റ്റ് ചെയ്തെടുക്കുന്ന ഒരു ഫോട്ടോ കാണാം. ഫുൾ ചിക്കൻ്റെ ഒരു ഫോട്ടോ കാണാം. അതിലേക്ക് ഞെക്കിയാൽ ഓട്ടോമാറ്റിക്കായിട്ട് അത് ഫ്രീസ് ആവുന്നതാണ്. അതായത് 190 ഡിഗ്രിയിൽ അത് ചൂടാവും. 30 മിനിറ്റ് അത് ടൈമും വരും, ഓട്ടോമാറ്റിക്കായിട്ട് വരും. പിന്നെ അത് കിടന്ന് റൊട്ടേറ്റിങ്ങിൽ ഇങ്ങനെ ചൂടായി അത് വെന്ത് നല്ല വേവിച്ച് നമുക്ക് തരും. പ്രത്യേകം ശ്രദ്ധിക്കുക, നമുക്കത് കറക്റ്റായിട്ട് 30 മിനിറ്റിൽ അത് കറക്റ്റ് വെന്ത് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നമുക്കതൊന്ന് ഓപ്പൺ ആക്കി നോക്കിയതിന് ശേഷം നമുക്കത് രണ്ടാമത് ഒരു 10 മിനിറ്റ് ഒന്നും കൂടി ഓപ്പൺ ആക്കി നമുക്കത് ടൈം അഡ്ജസ്റ്റ് ചെയ്ത് ഒന്ന് ശരിയാക്കാവുന്നതാണ്. ഇത് നമുക്കൊരു റൊട്ടേറ്റിംഗ് ബാസ്ക്കറ്റാണ്. ഇത് നമുക്ക് ഫ്രഞ്ച് ഫ്രൈഡ്, ചോളം അതൊക്കെ നമുക്ക് വറുത്തെടുക്കാൻ കഴിയുന്ന ഒരു ഇതാണ്. അതിൻ്റെ സൈഡിൽ നമുക്ക് ലെഫ്റ്റ് റൈറ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു ഇത് അടിച്ചിട്ടുണ്ട്. അത് കറക്റ്റ് ആ ലെഫ്റ്റ് സൈഡിൽ തന്നെ വെക്കണം, അത്രേ ഉള്ളൂ. വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അതിൻ്റെ ലോക്ക് ഊരുക, അതിൽ ചോളം ഇടുക, അടക്കുക, വെക്കുക.
നമുക്ക് കമ്പനി ഒരു റെസിപ്പി ബുക്ക് തന്നിട്ടുണ്ട്. അതിൽ നോക്കിയിട്ട് നമുക്ക് അതേ റെസിപ്പിയിൽ നമുക്ക് ഫുഡുകളൊക്കെ പാകം ചെയ്യാനും ടൈം സെറ്റ് ചെയ്യാനും ടെമ്പറേച്ചർ സെറ്റ് ചെയ്യാനും എല്ലാം നമുക്ക് അതിൽ കാണിച്ചു തരുന്നുണ്ട്. ഇനി നമുക്കത് ഒന്ന് പരീക്ഷിക്കണമെങ്കിൽ അതേപോലെ നിങ്ങൾക്കൊന്ന് പരീക്ഷിച്ച് നോക്കാവുന്നതാണ്. പിന്നെ നമുക്ക് മാനുവൽ ഇതിൻ്റെ ഒരു കാറ്റലോഗ് തന്നിട്ടുണ്ട്. അതിനകത്ത് നമുക്ക് ഈ ചിക്കൻ ഇതൊക്കെ നമുക്ക് എല്ലാത്തിൻ്റെ